ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനൊരു പുതിയ സാധനം പരിചയപ്പെടുത്താം കേട്ടോ. വേറെ ഒന്നുമല്ല, ഈ പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിൻ്റെ പേരാണ് മാഗ്നോലിയ ഫ്ലവേഴ്സ്. അപ്പോൾ ഈ മാഗ്നോലിയയ്ക്ക് വെറുതെ ഇങ്ങനെ കാണുന്ന പോലെ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അതായത് ഇത് നമ്മുടെ ജപ്പാൻകാരും ചൈനക്കാരും ഒക്കെ ഇതൊരു മെഡിസിനലായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അവരിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ഡൈജഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അതായത് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാൻ കോൺസ്റ്റിപ്പേഷനും, പിന്നെ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നീർക്കെട്ടുകളുണ്ടെങ്കിൽ അതിന്, അതുപോലെ തന്നെ ആങ്സൈറ്റി, സ്ട്രെസ്സ്, നമ്മൾ ഒത്തിരി ടെൻസ്ഡ് ആണെങ്കിൽ നമ്മളുടെ ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് ഡിപ്രഷനൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു സെഡേറ്റീവായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആസ്മയ്ക്കും ഇത് ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ തലയിലെ താരന് ഇത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പൂക്കളാണ് കേട്ടോ ഇവർ ഉപയോഗിക്കാറ്. പൂക്കൾ ഉണങ്ങി അത് ചായ ഇട്ടും കുടിക്കും. അതിന് ഒരു ജിഞ്ചറിൻ്റെ, അതായത് ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തടിയാണ്. തടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കറുവാപ്പട്ട എടുക്കുന്ന പോലെ ഇതിൻ്റെ തടിയെടുത്ത് അത് ഉണങ്ങി അതിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല സെഡേറ്റീവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ, നമ്മുടെ ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമുക്ക് നല്ലൊരു ഉറക്കവും തരും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങളത് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് അത് അപകടകരമായ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും സെഡേറ്റീവ്സ്, അതായത് ഉറങ്ങാനായിട്ട് മറ്റുള്ള എന്തെങ്കിലും മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഉള്ളവരും ഈ മാഗ്നോലിയ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ തടി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കാര്യങ്ങൾ. ലവും ഫ്രണ്ട്ഷിപ്പും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഫ്ലവേഴ്സ് വെച്ച് പിടിപ്പിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ മാഗ്നോലിയയെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇതിവിടെ കാനഡയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് നോക്കണേ. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തണേ. പിന്നെ കാനഡയിലെ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് ഞാൻ ചെയ്ത മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ കാണാൻ മറക്കണ്ട. ഇനി എൻ്റെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.